ഇന്ത്യൻ സമുദ്ര വ്യാപാര രംഗത്തും വിദേശ ചരക്ക് നീക്കത്തിലും നിർണായക പദ്ധതിയായ CMAS പദ്ധതിയെക്കുറിച്ച് ഇനി കാണാം. ആഗോള വിപണിയിൽ ചരക്ക് നീക്കത്തിനുള്ള ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ സ്വന്തം മണ്ണിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട 10,000 കോടി രൂപ അടങ്കലുള്ള പദ്ധതിയാണ് കണ്ടെയ്നർ മാനുഫാക്ചറിംഗ് അസിസ്റ്റൻസ് സ്കീം അഥവാ CMAS. 5 വർഷത്തേക്ക് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ വിദേശ കണ്ടെയ്നർ ഇറക്കുമതി അവസാനിപ്പിക്കാനും ഇന്ത്യ നിർമ്മിച്ച ആദ്യ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ലോകവിപണിയിലെത്തിക്കാനും ഭാരതത്തിന് സാധിച്ചു. സമുദ്രമേഖലയിൽ ഇന്ത്യ കൈവരിച്ച ഏറ്റവും പുതിയ ചരിത്ര നേട്ടങ്ങളും മാരിടൈം അമൃത് കാൽ വിഷൻ 2047 പദ്ധതിയുടെ വിശദാംശങ്ങളും കാണാം. അമൃത ഭാരതം പ്രത്യേക റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയുടെ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗമായ UNCTADയുടെ കണക്കനുസരിച്ച് ആഗോള ചരക്ക് വ്യാപാരത്തിന്റെ 80% സമുദ്രപാതകളിലൂടെയാണ് നടക്കുന്നത്. ഇതിൽ അന്താരാഷ്ട്ര വ്യാപാര മൂല്യത്തിന്റെ 2/3 പങ്കും കൈകാര്യം ചെയ്യുന്നത് ISO മാനദണ്ഡമുള്ള കണ്ടെയ്നറുകളിലൂടെയാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് വ്യാപാരം വൻതോതിൽ വളരുമ്പോഴും പ്രതിവർഷം 20 ലക്ഷത്തോളം കണ്ടെയ്നർ നിർമ്മിതികളാണ് ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വ്യാപാര ആവശ്യങ്ങൾക്കായി ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ആഗോള പ്രതിസന്ധികളിലും യുദ്ധസമയങ്ങളിലും വിദേശ കണ്ടെയ്നറുകൾക്ക് ക്ഷാമമുണ്ടാകുന്നത് നമ്മുടെ കയറ്റുമതിയെ സാരമായി ബാധിച്ചിരുന്നു. ഈ വെല്ലുവിളി മറികടക്കാനാണ് 2026-27 കേന്ദ്ര ബജറ്റിൽ 10,000 കോടി രൂപയുടെ CMAS പദ്ധതി പ്രഖ്യാപിച്ചത്. തദ്ദേശീയ കണ്ടെയ്നർ നിർമ്മാണത്തിൽ ഇന്ത്യ ഇതിനോടകം തന്നെ ചരിത്രപ്രധാനമായ 2 വലിയ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. ഒന്നാമതായി, കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അന്താരാഷ്ട്ര ഷിപ്പിംഗ് ഭീമനായ AP മോളർ മേഴ്സ്കിനായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കയറ്റുമതി കണ്ടെയ്നർ വിജയകരമായി പുറത്തിറക്കി. ഉത്തർപ്രദേശിലെ ദാദ്രിയിലുള്ള കണ്ടെയ്നർ ഡിപ്പോയിലാണ് രാജ്യാന്തര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഈ മെയ്ഡ് ഇൻ ഇന്ത്യ കണ്ടെയ്നർ കൈമാറിയത്. രണ്ടാമതായി, ഇന്ത്യയുടെ നിർമ്മാണ മികവിലുള്ള വിശ്വാസം തെളിയിച്ചുകൊണ്ട് DCM ശ്രീറാം ഗ്രൂപ്പിൽ നിന്ന് 1000-ലധികം കണ്ടെയ്നറുകൾ കൂടി നിർമ്മിച്ചു നൽകാൻ മേഴ്സ്ക് ഓർഡർ നൽകി കഴിഞ്ഞു. ആഗോള വിപണിയിൽ ഇന്ത്യൻ കണ്ടെയ്നറുകൾക്ക് ലഭിച്ച വലിയൊരു വാണിജ്യ അംഗീകാരമാണിത്. പദ്ധതിയുടെ ഭാഗമായി ഒരു സമഗ്ര സമുദ്ര ശൃംഖല നിർമ്മിക്കാൻ കേന്ദ്ര തുറമുഖ മന്ത്രാലയം ഭാരത് കണ്ടെയ്നർ ഷിപ്പിംഗ് ലൈൻ സ്ഥാപിക്കുന്നതിനായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കോൺകോർ, ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റി, ചിദംബരനാർ പോർട്ട്, സാഗർമാല ഫിനാൻസ് കോർപ്പറേഷൻ എന്നിവ സംയുക്തമായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിലൂടെ വിവിധ വലിപ്പത്തിലുള്ള 51 പുതിയ കണ്ടെയ്നർ കപ്പലുകൾ വികസിപ്പിക്കുന്നതിനും തദ്ദേശീയ കണ്ടെയ്നർ സംരംഭത്തിനുമായി 99,149 കോടി രൂപയുടെ ബൃഹത്തായ നിക്ഷേപമാണ് സമുദ്രമേഖലയിലേക്ക് ഒഴുകിയെത്തുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ കണ്ടെയ്നർ നിർമ്മാണ ശേഷി നിലവിലുള്ളതിന്റെ 10 ഇരട്ടിയായി അഥവാ 7.5 ലക്ഷം TEU ആക്കി ഉയർത്തുകയാണ് CMAS ലക്ഷ്യമിടുന്നത്. പുതിയ പ്ലാന്റുകൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ ഉറപ്പാക്കും. ഈ പദ്ധതിയിലൂടെ കണ്ടെയ്നർ നിർമ്മാണത്തിലും അനുബന്ധ മേഖലകളിലുമായി 3000 നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 50,000-ലധികം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. തദ്ദേശീയ കോട്ടൺ സ്റ്റീൽ, കോട്ടൺ കാർണികുകൾ, വുഡൻ ഫ്രെയിമുകൾ എന്നീ നിർമ്മാണ മേഖലകൾക്കും ഇത് വൻ ഉണർവേകും. ഈ പദ്ധതിയിലൂടെ കണ്ടെയ്നർ നിർമ്മാണത്തിലും അനുബന്ധ മേഖലകളിലുമായി 3000 നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 50,000-ലധികം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. തദ്ദേശീയ കോട്ടൺ സ്റ്റീൽ, കോർണർ കാസ്റ്റിങ്ങുകൾ, വുഡൻ ഫ്രെയിമുകൾ എന്നീ നിർമ്മാണ മേഖലകൾക്കും ഇത് വൻ ഉണർവേകും. സമുദ്രമേഖലയുടെ വികസനത്തിനായി മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 2025, കോസ്റ്റൽ ഷിപ്പിംഗ് ആക്ട് 2025, ഇന്ത്യൻ പോർട്സ് ആക്ട് 2025 എന്നീ ചരിത്രപരമായ നിയമനിർമ്മാണങ്ങളും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം വൺ നേഷൻ വൺ പോർട്ട് പ്രോസസ്, മാരിടൈം സിംഗിൾ വിൻഡോ, സമുദ്ര എന്നീ ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി തുറമുഖ ഇടപാടുകൾ പൂർണ്ണമായും ലളിതമാക്കി. PM ഗതിശക്തി, സാഗർമാല, ദേശീയ ലോജിസ്റ്റിക് നയം എന്നിവയുമായി ചേരുമ്പോൾ ഇന്ത്യയുടെ സമുദ്ര വിപണി പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ പ്രാപ്തമാകും. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്ക് സമുദ്ര വ്യാപാരത്തെ മാറ്റിയെടുക്കുന്ന ചരിത്രപരമായ ചുവടുവെപ്പാണ് കണ്ടെയ്നർ മാനുഫാക്ചറിംഗ് അസിസ്റ്റൻസ് സ്കീം. തദ്ദേശീയമായി കണ്ടെയ്നറുകൾ നിർമ്മിച്ച് കയറ്റി അയക്കുന്നതിലൂടെ ലോക സമുദ്ര വ്യാപാരത്തിലെ പുതിയ ശക്തി കേന്ദ്രമായി ഭാരതം മാറുകയാണ്. സമുദ്ര വ്യാപാരത്തിലും കണ്ടെയ്നർ നിർമ്മാണത്തിലും സ്വയം പര്യാപ്തത കൈവരിച്ച നവഭാരതം ലോകത്തിന്റെ ലോജിസ്റ്റിക് തലസ്ഥാനമായി മാറുമ്പോൾ അടിയറവ് പറയുന്നത് പതിറ്റാണ്ടുകളുടെ ഇറക്കുമതി ആശ്രിതത്വമാണ്.